പ്രശാന്ത്, ഈ ISRO എന്നും വാർത്തകളിൽ വലിയ ഇടം പിടിച്ചിട്ടുള്ള ഇടമാണ്. നമുക്കറിയാം, വലിയ നേട്ടങ്ങൾ കൊയ്തിട്ടുള്ള ഇടവും ഒരു കാലത്ത് ഈ സ്പൈ വർക്കിലൊക്കെ വലിയ ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു എന്നുള്ളതാണ്. വലിയ വിവാദമൊക്കെ ഉണ്ടായതാണ്. അങ്ങനെ ഒരു കാലത്ത് തിരുവനന്തപുരത്തുകാർ പറയുമായിരുന്നു ISROയുടെ ബസ് പോകുമ്പോൾ ISRO, ഇന്ത്യൻ സ്പൈ റിസർച്ച് ഓർഗനൈസേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴും ഒരു സംശയം, അവിടെ എന്തൊക്കെയോ അട്ടിമറി നടക്കുന്നു എന്ന്. സാർ ഈ പറഞ്ഞ തലത്തിലേക്ക് അല്ലെങ്കിൽ വീണ്ടും അതിന് അത്തരത്തിലൊരു ആക്ഷേപത്തിലേക്ക് പോകുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ISROയുടെ അതിനകത്ത് അട്ടിമറി ഉണ്ടെന്നുള്ള രീതിയിൽ കേരളകൗമുദി റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. പണ്ടും പിന്നെ ISROയിലെ ഈ സ്പൈ വർക്ക് മുഴുവൻ കൊണ്ടുവന്നതിൽ കേരളകൗമുദി പങ്കുണ്ട്. അപ്പം അതിനകത്ത് മലയാളിയല്ലാത്ത ഒരു ഉന്നത ശാസ്ത്രജ്ഞൻ ആണ് ഇതിൻ്റെ പുറകിൽ നിന്നാണ് എൻ്റെ ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് 1-2 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, നമ്മുടെ ഈ തിരുവനന്തപുരം മഹാ ചിപ്സ് എന്ന് പറയുന്ന ചിപ്സ് കടയിൽ ഒരാൾ വന്ന് നിസ്സാരമായിട്ട് വന്ന് ചിപ്സ് മേടിച്ചു, മുറുക്ക് കഴിച്ചു നോക്കി പോയി, മാധ്യമങ്ങൾ കണ്ടുപിടിച്ചു ഡോവൽ. വലിയ വാർത്തയായിരുന്നല്ലോ. കാരണം നിസ്സാരമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കൂട്ട് അവിടെ വന്ന് സാധാരണക്കാരൻ, പെട്ടെന്നൊന്നും മനസ്സിലാകത്തില്ല, സാധാരണക്കാരൻ പോലെ അവിടെ കയറി ചിപ്സൊക്കെ മേടിച്ച് പുള്ളി അതൊക്കെ നുണഞ്ഞു നോക്കി. പിന്നെ അത് എങ്ങനെയോ വെളിയിൽ വന്ന് വലിയ വാർത്തയായിട്ട് വന്നായിരുന്നു. അത് അദ്ദേഹം ISROയിൽ വിവരങ്ങൾ അന്വേഷിക്കാൻ തന്നെ വന്നതായിരുന്നു എന്നതും ഒരു റിപ്പോർട്ടായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ വിവരം ഇതിനകത്ത് അട്ടിമറി ഉണ്ടെന്നുള്ള ഒരു വിവരം തന്നെയാണ് കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കേന്ദ്രം അനുമതി കൊടുക്കാഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം ഇന്ന ഡേറ്റിൽ വീണ്ടും ഈ റോക്കറ്റ് വിക്ഷേപണത്തിന് ഡേറ്റ് സമർപ്പിച്ചായിരുന്നല്ലോ, അത് കേന്ദ്രാനുമതി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കേന്ദ്രാനുമതി കിട്ടിയിട്ട് മതി എന്നുള്ളതാണ്. അപ്പം തുടർച്ചയായി PSLV റോക്കറ്റുകൾ മേപ്പോട്ട് പോകുന്നതിന് പകരം താപ്പോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു. കാരണം ISRO ലോകത്ത് ഈ രംഗത്ത് ഏറ്റവും മുമ്പന്തി നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്കയും ചൈനയും, അല്ലെങ്കിൽ എനിക്കൊന്ന് റഷ്യയും ഒക്കെ. ഇപ്പം അവരെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്കും അല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന രീതിയിലേക്കും ഒക്കെ ഇവിടുത്തെ ഈ ISRO വന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ അവർ ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് പോയി. അപ്പം ഇത് മറ്റ് രാജ്യങ്ങൾ പല കാര്യങ്ങൾക്കകത്ത് ഈ പറയുന്നത് പോലെ മത്സര ബുദ്ധിയോടുകൂടി നിൽക്കുന്നത് പോലെ ഈ ഇന്ത്യ മഹാരാജ്യവും ആ ഒരു രീതിയിലേക്ക് വരും. ഇത് നമ്മൾ പറഞ്ഞത് ആയുധത്തിൻ്റെ കാര്യത്തിനും മറ്റു പലതിൻ്റെ കാര്യത്തിലുമൊക്കെ പരസ്പരം മത്സരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യമായിട്ട് ആ മേഖലയിൽ ഇന്ത്യ വരുന്നു. ഈ അല്ലെങ്കിൽ ഇത് നമ്മൾ പറയത്തില്ലേ, പ്രൈവറ്റ് മേഖലയിൽ കൊടുക്കും. പ്രൈവറ്റ് മേഖലയിൽ എന്ന് പറഞ്ഞാൽ സ്വകാര്യ മേഖലയിൽ കൂടി കൊടുക്കുന്നത് വന്നപ്പോൾ അതിനകത്ത് വൻപന്മാർ വളരെ വലിയ വലിപ്പത്തിൽ വരുന്നു. ഇതിനകത്ത് ഷെയറും ഒക്കെ വലിയ ഷെയർ ഇതാകുന്നു. ഈ മാത്രവുമല്ല, ഈ ISROയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞന്മാരെ ഈ സ്വകാര്യ മേഖലയിൽ ഉള്ള കമ്പനികൾ ഒരുപക്ഷെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകും. കാരണം നമ്മൾ ISROയിൽ ശാസ്ത്രജ്ഞൻ വലിയ വൈദഗ്ധ്യം കൊടുത്ത് അല്ലെങ്കിൽ പല കാര്യങ്ങളും പഠിച്ച് പല കാര്യങ്ങളെപ്പറ്റി വളരെ കൃത്യമായിട്ട് സാർ പറഞ്ഞതുപോലെ ബോധ്യമുള്ളവരാണല്ലോ ശാസ്ത്രജ്ഞർ. അവിടെ ഒരാളെ പർച്ചേസ് ചെയ്ത് വെളിയിലോട്ട് കിട്ടിയാൽ നമ്മളുടെ പല രഹസ്യങ്ങൾ പോലും വെളിയിൽ പോകാനുള്ള ഒരു കാരണവും അല്ലെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അത് ഇപ്പം ഇതിനകത്ത് കേട്ടപ്പോൾ എനിക്ക് സ്വകാര്യ മേഖലയിൽ ഇത് അനുവദിക്കുന്നത് തെറ്റായി പോകുന്നുണ്ടോ, അല്ലെങ്കിൽ മറ്റു പല രാജ്യങ്ങളിലും സ്വകാര്യ മേഖലയുണ്ട്. ഈ ഒരു കാരണം കൊണ്ട്, ഈ ചാരപ്രവൃത്തി കൊണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ഭീഷണിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ്. ഇപ്പം കഴിഞ്ഞ കൊല്ലം എനിക്ക് തോന്നുന്നു മെയ് ഈ PSLV 61 എന്ന് പറയുന്ന റോക്കറ്റ് തറയിപ്പോയി. മെയ് 18 തോന്നുന്നു. അതിനുശേഷം ഈ കൊല്ലവും PSLV റോക്കറ്റ് തുടർച്ചയായിട്ട് ഇത്. അപ്പം ഇതിനൊരു സാങ്കേതിക സമിതിയെ രൂപീകരിച്ചു. ഈ സാങ്കേതിക സമിതി ഇതിൻ്റെ ഒരു അന്വേഷണം നടത്തി ഇതിൻ്റെ അകത്തെ കാരണങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇനിയും അങ്ങനെ ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കൊടുത്തപ്പോൾ ആ സാങ്കേതിക തിരുത്തലുകൾ, അല്ലെങ്കിൽ ഇനി അട്ടിമറി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടി തിരുത്തലുകൾ കൊടുത്തപ്പോൾ നമ്മൾ ഈ മുമ്പേ പറഞ്ഞ കേരളത്തിൻ്റെ തൊട്ടടുത്ത അല്ലെങ്കിൽ കേരളക്കാരനല്ലാത്ത അയൽ സംസ്ഥാനത്തിൻ്റെ
ഉള്ള ഒരു ശാസ്ത്രജ്ഞൻ, അതായത് അതിനകത്ത് ഏറ്റവും ഉന്നതമായിട്ടുള്ള പോസ്റ്റിലിരിക്കുന്ന ആളാണ്, അദ്ദേഹത്തിൻ്റെ പേരിപ്പം പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഇത് സ്വന്തമായിട്ട് തിരുത്തൽ വരുത്തി എന്തുകൊണ്ടാണ് വീണ്ടും ഈ പറഞ്ഞ കുഴപ്പം സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനകത്ത് വളരെ കൃത്യമായിട്ടൊരു അട്ടിമറി. ഇത് വ്യക്തിപരമായിട്ടുള്ള താല്പര്യമാണോ, സാമ്പത്തികമാണോ, അല്ലെങ്കിൽ വേറെ നാം പറഞ്ഞതുപോലെ മറ്റ് നമ്മുടെ രാജ്യങ്ങളുണ്ട്, മറ്റ് നമ്മുടെ ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് മത്സരിക്കുന്ന രാജ്യങ്ങൾ, ഇവരുടെ വല്ല താല്പര്യമാണോ എന്നുള്ള രീതിയിലേക്ക് ഉള്ള ഒരു അന്വേഷണം. ഒരുപക്ഷെ അത് വളരെ വൃത്തിയായിട്ട് കൃത്യമായിട്ട് ഈ ശാസ്ത്രജ്ഞനെ തൂക്കി, അല്ലെങ്കിൽ അതിൻ്റെ വാർത്ത വലിയ വലുപ്പത്തിൽ വരാത്തതായിരിക്കും. അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാം. കാരണം അതിനകത്ത് കുഴപ്പമുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് പ്രധാനമന്ത്രി അതിനകത്ത് ഏറ്റവും ആ കുഴപ്പം ഏത് ആഴത്തിലും ചെന്ന് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളിനെ തന്നെ അതിനകത്ത് നിയോഗിച്ചത്, ഡോവലിനെ. കാരണം എവിടെ ഒളിഞ്ഞിരുന്നാലും അല്ലെങ്കിൽ എവിടെ എന്തൊക്കെ സംഭവിച്ചാലും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അപ്പം ഇതിനകത്ത് സാമ്പത്തിക ലാഭം, നേരത്തെ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ലാഭം കോടാനുകോടി രൂപ കിട്ടും സാറേ. നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ വേണമെങ്കിൽ അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെയൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ വേണമെങ്കിൽ ഈ വേറെ ഇവിടുന്ന് ഇതിനെല്ലാം കടത്തിയം കൊടുത്താൽ ഇവരെ അങ്ങ് വേറെ രാജ്യങ്ങൾ കൊണ്ടുപോയി അവന് വേണ്ട സുരക്ഷിതത്വത്തിൽ അവനെ ഇവിടെ താമസിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് വരും. ഇപ്പോൾ സാമ്പത്തിക ലാഭം ആണ് ചാരപ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അല്ല ചുമ്മാ ഇപ്പോൾ ചാരപ്രവർത്തനം നടത്തി ഇന്ത്യയുടെ സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സാങ്കേതിക വിദ്യയും അല്ലെങ്കിൽ നമ്മുടെ രഹസ്യങ്ങളും ഒക്കെ വേറെ രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയോടുള്ള വൈരാഗ്യം, അതേപോലെയുള്ള ഭീകരമായ ആ മാനസികാവസ്ഥയുള്ളവനായിരിക്കണം ഇത് ചോർത്തി പാകിസ്ഥാന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് വേണ്ടിയും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് അട്ടിമറിയുണ്ട്, അല്ലെങ്കിൽ ലോക നിലവാരത്തിലേക്ക് ഉയർത്തപ്പെട്ട് ഇരിക്കുന്നിടത്ത് ആ ഒരു സംവിധാനത്തെ തകർത്ത്, അല്ലെങ്കിൽ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഇതിനകത്ത് ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ സ്പീഡ് കുറച്ച് ഇതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി. കാരണം നമ്മൾ ഈ പറയുന്ന മറ്റു പല രാജ്യങ്ങളും, ഈ സാങ്കേതിക വിദ്യക്കകത്ത് പുറകോട്ടുള്ള രാജ്യങ്ങൾ, മറ്റു പല രാജ്യങ്ങളും ഇന്ത്യയെ കൊണ്ട് നമ്മളങ്ങനെ വേറെ റോക്കറ്റുകളും അല്ലെങ്കിൽ ഉപഗ്രഹങ്ങളും ഒക്കെ വിക്ഷേപിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ. നമുക്ക് പൈസ തന്നാൽ മതി. അപ്പോൾ അങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ സംഭവിച്ചത്. കാരണം ഇതിനകത്ത് നമുക്ക് മറ്റൊരു പക്ഷേ അമേരിക്കയെ സമീപിക്കുന്നതിനെക്കാട്ടിലോ അല്ലെങ്കിൽ വേറെ ചില രാജ്യങ്ങളെ സമീപിക്കുന്നതിനെക്കാട്ടിലോ നമുക്ക് മറ്റ് ആയുധങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെ അതിനെക്കാട്ടി പണം കുറച്ച് തന്നാൽ മതി എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. പണ്ട് എന്നും കടലിൽ വീണുകൊണ്ടിരുന്ന വേപ്പെട്ടു പോകുന്ന റോക്കറ്റും ഒക്കെ എന്നും കടലിൽ വീണുകൊണ്ടിരുന്നിടത്ത് 100% സക്സസ് റേറ്റ് ആയിരുന്നല്ലോ ഏറ്റവും കുറച്ച് കാലങ്ങളായിട്ട്. കാരണം ഒന്നും നമുക്ക് പരാജയമേ ഇല്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചന്ദ്രനിലൊരു ഉപഗ്രഹം നമ്മൾ ലാൻഡ് ചെയ്ത് ഓർമ്മയില്ലേ? ചന്ദ്രനിലെ ഈ ചില സോഫ്റ്റ് ലാൻഡിങ് എന്ന് പറഞ്ഞ ഒരു വലിയ ലോകത്തെ തന്നെ ഞെട്ടിച്ചു ഒന്ന്. അപ്പോൾ ഇതേ രീതിയിലേക്ക് വന്നപ്പോൾ അമേരിക്ക പോലെയുള്ള രാജ്യവും അല്ലെങ്കിൽ പാകിസ്ഥാനെ ചാരപ്പണി നടത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അമേരിക്കയും അല്ലെങ്കിൽ ഈ ചൈനയും ഒക്കെ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇടപെടാനുള്ള സാധ്യതയുണ്ട്, ചാരപ്പണി നടത്താനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ചാരപ്പണി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ, അല്ലെങ്കിൽ അതിനകത്ത് നടന്നിരിക്കുന്ന കാര്യങ്ങൾ ഡോവൽ മനസ്സിലാക്കിയിരിക്കുന്നു, ആളിനെ പിടികൂടിയിരിക്കുന്നു. അത് ഔദ്യോഗികമായിട്ട് അല്ലെങ്കിൽ ഇന്ന ആൾ ആണെന്നുള്ള ഇപ്പം മലയാളി അല്ലാത്ത നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനത്തെ ഉന്നതനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞൻ എന്ന് വരുമ്പോൾ തന്നെ അതിനെപ്പറ്റി അറിയാവുന്നവർക്ക് വളരെ കൃത്യമായിട്ടൊരു ആരാണെന്നുള്ള കാര്യം മനസ്സിലായി കാണും. മനസ്സിലായി. അപ്പം ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് എന്ന് വേണം പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.